ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയൈമാ പുരോ വിഭുഃ നിർമ്മായ ശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം. വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. നാരായണ.
ഇത്ര നേരം പകല് മുഴുവൻ ഇന്നിവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇൻവെർട്ടറിൽ ചാർജൊക്കെ ഏകദേശം ഉപയോഗിച്ച് കഴിഞ്ഞു. ഇവിടെ എന്താ പറയുക, പണിയെടുക്കുന്നവർക്കൊന്നും അതിനെക്കുറിച്ചൊന്നും അറിവില്ലായ്മ കൊണ്ട് വെള്ളമൊക്കെ മോട്ടറൊക്കെ അടിച്ച് ഉള്ള ഇൻവെർട്ടറിലെ ചാർജ് മുഴുവൻ വെള്ളം കൃഷിക്ക് നനയ്ക്കാനൊക്കെ ഉപയോഗിച്ചു. മോട്ടർ എന്ന് പറഞ്ഞാൽ നല്ല പവർഫുള്ളാണല്ലോ, അപ്പോൾ അത് ഇൻവെർട്ടറിനെ മുഴുവൻ വലിച്ചു. അതുകൊണ്ട് തുടങ്ങാൻ വൈകിയത്. ഇപ്പോഴാണ് കറണ്ട് വന്നത്. നാരായണ ഇപ്പോൾ വന്ന് പോയിട്ടില്ല. നാരായണ നമുക്ക് ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് പ്രവേശിക്കാം. നാരായണ 12 അധ്യായത്തിലാണ് നമ്മൾ തുടങ്ങി വെച്ചു. ബ്രഹ്മചാരി ധർമ്മം, ബ്രഹ്മചര്യാശ്രമ ധർമ്മം. അപ്പോൾ അത് 16-ാം ശ്ലോകം വരെയാണ്. അതുവരയ്ക്ക് നമുക്കിപ്പോൾ എടുക്കാം. 2 ഗ്രൂപ്പ് ഗസ്റ്റുകൾ വരാനും ഉണ്ട്. ഇപ്പോൾ ഒരു 6 മണിക്ക് ശേഷം വരും. വേഗം കുറച്ചു നേരം എടുക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ്ഭാഗവതേ സപ്തമസ്കന്ധേ 12-ഓധ്യായഃ. നാരദ ഉവാച. ബ്രഹ്മചാരീ ഗുരുകുലേ വസന്താന്തോ ഗുരോർഹിതം ആചരൻ ദാസവം നീചോ ഗുരൗ സുദൃഢസൗഹൃദഃ. സായം പ്രാതരുപാസീത ഗുരുവഗ്ന്യർക്കസുരോത്തമാൻ ഉഭേ സന്ധ്യേ ച യതവാഗ് ജപൻ ബ്രഹ്മസമാഹിതഃ. ഛന്ദാംസ്യധീയേത ഗുരോഃ ആഹൂതശ്ചേത് സുയന്ത്രിതഃ. ഉപക്രമേ അവസാനേ ച ചരണൗ ശിരസാ നമേത്. മേഖലാജിനവാസാംസി ജടാദണ്ഡകമണ്ഡലൂൻ ബിഭ്രിയാത് ഉപവീതം ച ദർഭപാണിര്യദോദിതം. സായം പ്രാതശ്ചരേത് ഭൈക്ഷം ഗുരവേ തന്നിവേദയേത്. ഭുഞ്ജീതയദ്യനുജ്ഞാതോ നോ ചേതുപവസേത് ക്വചിത്. സുശീലോമിതബുഗ്ദക്ഷഃ ശ്രദ്ധാനോചിതേന്ദ്രിയഃ. യാവദർത്ഥം വ്യവഹരേത് സ്ത്രീഷു സ്ത്രീനിർജിതേഷു ച. വർജയേത് പ്രമദാഗാദാം അഗൃഹസ്ഥോ ബൃഹദ്വ്രതഃ. ഇന്ദ്രിയാണി പ്രമാദീനി ഹരന്ത്യപിയതേർമനഃ. കേശപ്രസാദനോന്മർദ്ദസ്നപനാഭ്യഞ്ജനാദികം ഗുരുസ്ത്രീഭിർയുവതിഭിഃ കാരയേന്നാത്മനോ യുവ. നന്വഗ്നിഃ പ്രമദാ നാമ ഘൃതകുംഭസമഃ പുമാൻ. സുതാമപി രഹോ ജഹ്യാത് അന്യഥാ യാവദർത്ഥകൃത്. കൽപ്പയിത്വാത്മനാ യാവദാഭാസമിദമീശ്വരഃ. ദ്വൈതം താവന്ന വിരമേത് തതോ ഹ്യസ്യ വിപര്യയഃ. ഏതൽ സർവം ഗൃഹസ്ഥസ്യ സമാമ്നാതം യതേരപി. ഗുരുവൃത്തിർവികൽപേന ഗൃഹസ്ഥസ്യ ഋതുഗാമിനഃ. അഞ്ജനാഭ്യഞ്ജനോന്മർദ്ദസ്ത്ര്യവലേഖാമിഷം മധു. സ്രഗ്ഗന്ധലേപാലങ്കാരാൻ ത്യജേയുര്യേ ധൃതവ്രതാഃ. ഉഷിത്വൈവം ഗുരുകുലേ ദ്വിജോദീത്യാവബുദ്ധ്യ ച. ത്രയീം സാംഗോപനിഷദം യാവദർത്ഥം യദാ ബലം. ദത്വാ വരമനുജ്ഞാതോ ഗുരോഃ കാമം യദീശ്വരഃ. ഗൃഹം വനം വാ പ്രവിശേത് പ്രവ്രജേത് തത്ര വാ വസേത്. അഗ്നൗ ഗുരൗ ആത്മനി ച സർവഭൂതേഷദോക്ഷജം. ഭൂതൈഃ സ്വധാമഭിഃ പശ്യേത് അപ്രവിഷ്ടം പ്രവിഷ്ടവത്. ഏവം വിദോ ബ്രഹ്മചാരീ വാനപ്രസ്ഥോ യതിർഗൃഹീ. ചരൻ വിദിത വിജ്ഞാനഃ പരം ബ്രഹ്മാധിഗച്ഛതി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. കറണ്ട് വന്നും പോയിക്കൊണ്ടും കളിച്ചുകൊണ്ടിരിക്കുന്നു.
ഇപ്പൊ മോട്ടറൊന്നും ഇടരുത് കേട്ടോ, കറണ്ട് വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. നാരായണ. അപ്പൊ ബ്രഹ്മചര്യ ആശ്രമ ധർമ്മം. ഓ 5 ശ്ലോകങ്ങള് രാവിലെ കണ്ടു നമ്മൾ. ബ്രഹ്മചാരി ഗുരുകുലേ വസന്ന് ദാന്തഃ, നല്ല ഇന്ദ്രിയങ്ങളെ അടക്കുന്നവനായിക്കൊണ്ട് അച്ചടക്കമുള്ളവനായിട്ട് ഗുരോർ ഹിതമാചരന്, ഗുരുവിന്റെ ഹിതത്തെ ആചരിക്കുന്നവനായി ദാസവത് നീചഃ, ഒരു ഭൃത്യനെ പോലെ വിനയമുള്ളവനായിക്കൊണ്ട് ഗുരുവില് സൗഹൃദം സുദൃഢമാക്കണം, ഗുരുവുമായിട്ടുള്ള ആത്മബന്ധത്തെ ദൃഢമാക്കണം. അതുപോലെ രാവിലെയും വൈകുന്നേരവും ഗുരു, അഗ്നി, അർക്ക, സുരോത്തമന്മാർ മുതലായവരെയെല്ലാം ഉപാസിക്കണം. അതാത് ഉപാസനകളെ വേണ്ട പോലെ ചെയ്യണം. ഏറ്റവും പ്രാധാന്യമേറിയത് ഗുരു തന്നെയാണ്. അതുകൊണ്ട് ആദ്യം ഗുരു എന്ന് പറഞ്ഞത്. ഗുരു, അഗ്നി, അർക്ക, സുരോത്തമൻ. ഗുരു തന്നെയാണ് പ്രത്യക്ഷ ഈശ്വരൻ, പ്രത്യക്ഷ പിതൃക്കള്, പ്രത്യക്ഷ അല്ലെ ദേവന്മാരെല്ലാം ആ ഗുരുവിലുണ്ട്. അപ്പൊ ഗുരുവിനെ ആരാധിച്ചിട്ട് മറ്റുള്ള അഗ്നിയെയും സൂര്യനെയും ദേവന്മാരെയും ഒക്കെ ആരാധിക്കുക. അതുപോലെ 2 സന്ധ്യകളിലും വാക്കിനെ നിയന്ത്രിച്ചുകൊണ്ട് മൗനം അവലംബിച്ചുകൊണ്ട് വേദം ജപിക്കണം, ഗായത്രി മന്ത്രം സമാഹിതനായി ജപിക്കണം. പിന്നെ ഗുരു വിളിച്ചാൽ ചെന്ന് ഗുരുവിൽ നിന്ന് വേദങ്ങളും മറ്റുമെല്ലാം അഭ്യസിക്കണം, വിനയത്തോടെ, അടക്കത്തോടെ, നല്ല നിയന്ത്രണത്തോടെ. അങ്ങനെ പാഠം ആരംഭിക്കുമ്പോഴും ഗുരുവിനെ നമസ്കരിക്കണം, അവസാന സമയത്തും പാഠം അവസാനിക്കുമ്പോഴും ഗുരുവിനെ ശിരസ്സുകൊണ്ട് ഗുരുവിന്റെ പാദങ്ങളിൽ നമസ്കരിക്കേണ്ടതാണ്. അതുപോലെ മേഖല, മാൻതോല് മുതലായ വസ്ത്രങ്ങളും, അതുപോലെ ജട, ദണ്ഡം, കമണ്ഡലു, യജ്ഞോപവീതം, ദർഭ, ഇതെല്ലാം ബ്രഹ്മചാരിയുടെ ലിംഗങ്ങളായി, അടയാളങ്ങളായി തന്റെ ഉത്തരവാദിത്വത്തെ തന്നെ ഓർമ്മിപ്പിക്കാനായിക്കൊണ്ടും മറ്റുള്ളവർ തന്നെ ഉപദ്രവിക്കാതിരിക്കാനായിക്കൊണ്ടും അല്ലേ. ഓരോരുത്തർക്കും ഓരോ ഡ്രസ് കോഡ് അഥവാ യൂണിഫോം ഒക്കെ പറഞ്ഞിരിക്കുന്നത് എന്തിനാണ്? അവരവർക്ക് ആ ഉത്തരവാദിത്വ ബോധമുണ്ടാകാനും മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കി അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കാനായിക്കൊണ്ട് സഹായിക്കാൻ, ഉപദ്രവിക്കാതിരിക്കാനൊക്കെയാണ്. അപ്പോൾ ഒരു സമൂഹത്തിനും തിരിച്ചറിവുണ്ടാവണം. ഒരു ബ്രഹ്മചാരിയോട് എങ്ങനെ പെരുമാറണം എന്ന് സമൂഹത്തിൽ ഉള്ളവർക്ക് ബോധമുണ്ടാവണം. ഒരു സന്യാസിയോട് എങ്ങനെ പെരുമാറണം, ഇങ്ങനെ ഓരോരുത്തരോടും എങ്ങനെ പെരുമാറണം എന്ന് സമൂഹത്തിന് ബോധമുണ്ടാവാനാണ് ഈ അടയാളങ്ങൾ, ലിംഗങ്ങൾ എന്നാ പറയുക. അപ്പൊ ആ ലിംഗങ്ങളാണ് മേഖല, അജിനം, വാസസ്, ജടാ, ദണ്ഡം, കമണ്ഡലു, ഉപവീതം, ദർഭ മുതലായതൊക്കെ ധരിച്ചുകൊണ്ട് നടക്കുന്നത്. രാവിലെയും വൈകുന്നേരവും ഭിക്ഷാടനം ചെയ്ത് ഗുരുവിന് അത് സമർപ്പിക്കണം. ഗുരുവിന്റെ അനുജ്ഞ കിട്ടിയാൽ അത് ഭുജിക്കണം. ഇല്ലെങ്കിലോ ഇടയ്ക്കൊക്കെ ഉപവാസവും ചെയ്യേണ്ടതാണ്. നോചേത് ഉപവസേത് ക്വചിത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ രാവിലെ വിശദമായിട്ട് കണ്ടത്. അടുത്ത ശ്ലോകം മുതൽ കാണാം. സുശീലോമിതബുഗ്ധക്ഷഃ ശ്രദ്ധാനോ ജിതേന്ദ്രിയഃ യാവദർത്ഥം വ്യവഹരേത് സ്ത്രീഷു സ്ത്രീനിർജിതേഷു ച വർജയേത് പ്രമദാഗാദാം അഗൃഹസ്ഥോ ബൃഹദ്വ്രതഃ ഇന്ദ്രിയാണി പ്രമാദീനി ഹരന്ത്യഭിയതേർമനഃ. സുശീലോമിതബുഗ്ധക്ഷഃ ശ്രദ്ധാനോ ജിതേന്ദ്രിയഃ യാവദർത്ഥം വ്യവഹരേത് സ്ത്രീഷു സ്ത്രീനിർജിതേഷു ച. ഒരു ബ്രഹ്മചാരി എന്തൊക്കെ ശീലങ്ങൾ ഉള്ളവനായിരിക്കണം, ഗുണങ്ങൾ ഉള്ളവനായിരിക്കണം എന്ന് വീണ്ടും പറയാണ്. സുശീലഃ, സുശീലഃ സുഷ്ടുവായ ശീലങ്ങളോടുകൂടിയവൻ,
നല്ല ശോഭനങ്ങളായ സ്വഭാവങ്ങൾ ഉള്ളവനായിട്ട്. മുമ്പേ പറഞ്ഞ പല ഗുണങ്ങളും അത് ആചാരത്തില്, അനുഷ്ഠാനത്തില്, മറ്റുള്ളവരുമായിട്ടുള്ള വ്യവഹാരത്തില് എല്ലാം പ്രകടമായി ശീലിക്കണം. അപ്പോൾ എല്ലാവരോടും പെരുമാറുമ്പോൾ വിനയത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറുക, സൗമ്യമായി പെരുമാറുക, സത്യം മാത്രം പറയുക, തൻ്റെ ധർമ്മം ജാഗ്രതയോടെ അനുഷ്ഠിക്കുക. ഇതൊക്കെയാണ് സുശീലത എന്ന് പറഞ്ഞാൽ. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നിലും തലയിടാതിരിക്കുക. ബ്രഹ്മചാരിമാര് എന്താ പറയുക, ലോകം ഭരിക്കേണ്ട കാര്യമൊന്നും ഇല്ല. അവർക്ക് അവരുടെ ഗൃഹം പോലും ഭരിക്കേണ്ടതില്ല. അവരുടെ സ്വന്തം ശരീരം ഭരിച്ചാൽ മതി. അതോടൊപ്പം ആ ഗുരുകുലത്തിലെ ആവശ്യമുള്ളതായിട്ട് തങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുത്ത് നിർവഹിക്കുക. അത്രേ വേണ്ടൂ. അല്ലാതെ ലോകം മുഴുവൻ ബ്രഹ്മചാരിമാരുടെ തലയിലല്ല ഇരിക്കണത്. നമ്മുടെ ഇന്നത്തെ എന്താ പറയുക, വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ലോകത്തുള്ള സകല കാര്യത്തിലും വിദ്യാർത്ഥികൾ മുദ്രാവാക്യം വിളിച്ച് തെരുവിലിറങ്ങുകയാണ് അല്ലേ. എന്ന് പറഞ്ഞാൽ എല്ലാം രാഷ്ട്രീയവൽക്കരിച്ച് ഉയർന്ന എന്താ പറയുക പ്രായമായ രാഷ്ട്രീയക്കാര് അവരുടെ കാര്യം സാധിക്കാൻ വേണ്ടി കുട്ടിക്കൊരങ്ങന്മാരെ കൊണ്ട് ചോറ് മാന്തിക്കുക എന്ന് പറയും. ഇവരെ കൊണ്ട് ബസ്സിന് തീവയ്ക്കാനും കല്ലെറിയാനും അക്രമങ്ങൾ കാണിക്കാനും ഒക്കെ പ്രേരിപ്പിച്ച് അവരെ തെരുവിലേക്ക് ഇറക്കി വിടുന്നതായിട്ട് സമ്പ്രദായം. ഇതിലൊന്നും കുട്ടികൾക്ക് ഒരു കാര്യമില്ല. കുട്ടികൾ അതൊന്നും ചെയ്യേണ്ടവരല്ല. അതൊക്കെ മുതിർന്നവര് വേണ്ട രീതിയിൽ നോക്കേണ്ട കാര്യങ്ങളാണ്. മുതിർന്നവർ തന്നെ ഇതുപോലെയുള്ള അക്രമങ്ങളൊക്കെ കാണിക്കുന്നത് രാജ്യദ്രോഹമാണ്. പൊതുമുതൽ നശിപ്പിക്കലൊക്കെ മുതിർന്നവരും ചെയ്യാൻ പാടില്ല. അപ്പൊ കുട്ടികളായിരിക്കുമ്പോഴേ അത് വേണ്ടാത്തൊക്കെ പഠിപ്പിച്ചു വെച്ചാൽ പിന്നെ അവര് മുതിർന്നാ പിന്നെന്താ ചെയ്യാം? വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ ശീലിച്ചത് തന്നെയാണ് യുവാക്കളായാലും പ്രായമായാലും അവർ ചെയ്യുന്നത് അല്ലേ. അവരുടെ നേതാക്കന്മാർ തന്നെ അങ്ങനെയാണ് കാണിച്ചു കൊടുക്കുന്നത്. നിയമസഭയില് എന്താ പറയുക, സ്പീക്കറുടെ ചേംബറിലേക്ക് അതിക്രമിച്ച് ചവിട്ടിക്കയറി മേശപ്പുറത്തൊക്കെ നിന്ന് കമ്പ്യൂട്ടറൊക്കെ എടുത്ത് വലിച്ചെറിയുന്നതും ഇതൊക്കെയല്ലേ ഇന്നത്തെ നേതൃത്വം കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ അവരുടെ ശിഷ്യഗണങ്ങൾ എങ്ങനെ ഇരിക്കും? അതിനെയും കടത്തി വിട്ടു. അപ്പോൾ ഇതൊന്നും വിദ്യാർത്ഥികളുടെ പണിയേ അല്ല. വിദ്യാർത്ഥികൾ ഇതൊന്നും അറിയേണ്ട കാര്യമേ ഇല്ല. ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ജനറൽ നോളജിന് വേണ്ടി എന്താ പറയുക, നമ്മളൊക്കെ പത്രം ഹെഡ്ലൈൻസ് മാത്രം വായിച്ചിരുന്നു പണ്ട് അല്ലേ, ആവശ്യത്തിന്. അതല്ലാതെ അതിൻ്റെ ഉള്ളിലേക്കൊന്നും ഇറങ്ങേണ്ട കാര്യമില്ല. ജനറൽ അവയർനെസ് ഉണ്ടാവാൻ വേണ്ടി, ജനറൽ നോളജ് ഉണ്ടാവാൻ വേണ്ടി, കുറച്ച് ശീലം ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ പത്രവായനയൊക്കെ നമ്മുടെ പ്രായത്തിൽ. അതിനു മുമ്പുള്ള ഈ ബ്രഹ്മചാരിയായിരിക്കുമ്പോൾ അതൊന്നുമില്ല, ലോകബന്ധമേ ഉണ്ടാവില്ല. ഗുരുകുലത്തിൽ വസിക്കുന്നതായിട്ടുള്ള സമയത്ത് ഒരു ടിവിയോ ഒരു പത്രമോ ഒന്നുമായിട്ടും ബന്ധമില്ല. അങ്ങനെയുള്ള ഏകാഗ്രമായിട്ട് ആ ഗുരുവിൽ നിന്ന് പഠിക്കാനുള്ളതിൽ മാത്രം ശ്രദ്ധ വെച്ചുകൊണ്ട് പഠിക്കുക. അതാണ് സുശീലത. അതുപോലെ മിതബുക്ക് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് മാത്രം ഭക്ഷിക്കുന്നവനായിട്ട്, ഭുജിക്കുന്നവനായിട്ട്, അമിതബുക്കാവാതെ എന്ന് പറഞ്ഞാൽ കൂടുതൽ ഭക്ഷണം കഴിക്കും തോറും ഉറക്കം വരും, തമോ ഗുണം വർദ്ധിച്ചു വരും, ക്ഷീണം കൂടും, മടി വരും, ഒന്നും ചെയ്യാൻ തോന്നില്ല. അങ്ങനെ കാലാന്തരത്തിൽ ഒരു എന്താ പറയുക, നല്ലൊരു ശാപ്പാട്ടുരാമനും മഹാമടിയനും ആയിട്ട് മാറും. അതുകൊണ്ട് ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുക, ആവശ്യത്തിന് ഉറങ്ങുക, എല്ലാം യുക്താഹാര വിഹാരശ്ച യുക്തചേഷ്ടസ്യ കർമ്മസു യുക്ത സ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ എന്ന് ഗീതയിൽ ഭഗവാൻ പറയുമ്പോൾ എല്ലാം യുക്തമാക്കിയിട്ട് ആവശ്യത്തിന് എല്ലാം ചെയ്യണം. ദക്ഷൻ എന്ന് പറഞ്ഞാല് നല്ല ഉത്സാഹമുള്ളവൻ, സാമർഥ്യമുള്ളവൻ. ഇതൊക്കെ കുട്ടിക്കാലത്തെ അഭ്യസിക്കേണ്ട കാര്യങ്ങളാണ്. എപ്പോഴും ഒരു അലേർട്ട്നെസ് എന്നുള്ളത് ശീലിക്കണം. എന്താണ് ശ്വാന നിദ്ര എന്ന് വിദ്യാർത്ഥികളുടെ നിദ്രയെക്കുറിച്ച് പോലും പറയുമ്പോൾ ശ്വാനന്റെ നിദ്രയായിരിക്കണം.
ഭഗവദ്ധ്യാനം, അതുപോലെ കാകദൃഷ്ടി എന്നൊക്കെ പറയും പോലെയുള്ള ആ ഒരു ശൈലി. അപ്പോൾ നായ എങ്ങനെയാണ് ഉറങ്ങുമ്പോഴും അതിന്റെ ചെവി കൂർപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടാൽ അത് ചാടി എഴുന്നേറ്റ് അതിനെതിരെ പ്രതികരിക്കും. അപ്പം അതുപോലെ ആയിരിക്കണം ഒരു അലേർട്ട്നെസ് എന്നുള്ളത്. നമ്മുടെ സത്വഗുണത്തെ വളർത്താൻ സഹായിക്കുന്ന ഒരു ഗുണമാണ്. അത് കുട്ടിക്കാലത്തെ അഭ്യസിക്കണം. ചുറ്റുപാടും എന്താണ് തന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് മനസ്സിലാക്കി പ്രതികരിക്കാൻ. ഗുരു തന്നെ വിളിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഗുരുപത്നി വിളിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ തന്റെ സഹപാഠികൾക്ക് തന്നെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ തനിക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വം ചെയ്യാനുണ്ടോ, അല്ലേ? ഇന്ന് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്, ജാഗ്രത പഠിപ്പിക്കേണ്ടത് ഇത് ഇലക്ട്രിസിറ്റി ഉപയോഗം, വെള്ളത്തിന്റെ ഉപയോഗം, ശൗചാദികളിലുള്ള ജാഗ്രത, ബാത്റൂമിലൊക്കെ പോയിട്ട് വന്നാൽ വൃത്തിയായിട്ട് ബാത്റൂം അടുത്ത ആൾക്ക് പോകാൻ സജ്ജമായിരിക്കണം. അതിന്റെ പുറകെ വേറൊരാൾ പോയി കഴുകാനില്ല. അവനവൻ തന്നെ അവനവൻ ഉപയോഗിച്ച ബാത്റൂം വളരെ വൃത്തിയായിട്ട് കഴുകിയിട്ട് വേണം വരാൻ. മറ്റൊരാൾക്ക് പോകുമ്പോൾ അവിടെ യാതൊരു ദുർഗന്ധവും ഇല്ലാത്ത രീതിയിൽ വളരെ കംഫർട്ടബിളായിട്ട് പോകാൻ തോന്നണം. ഇതൊരു ധർമ്മമായിട്ട് പഠിപ്പിക്കേണ്ടതാണ്. ഇതിപ്പോൾ നമ്മൾ എവിടെ പോയാലും, ഏത് പൊതുസ്ഥാപനങ്ങളിൽ ചെന്നാലും, ഇനി ചില വീടുകളിൽ ചെന്നാലും ഒക്കെ തന്നെ ആ ശ്രദ്ധ കാണാറില്ല. കാരണം ഈ വളർത്തു ദോഷം തന്നെയാണ്. വളർത്തു ദോഷം എന്ന് പറഞ്ഞാൽ മുതിർന്നവർക്ക് പോലും അതിനെക്കുറിച്ച് ജാഗ്രതയില്ല. മുതിർന്നവർക്ക് ഈ ശീലങ്ങളില്ല. അപ്പൊ പിന്നെ കുട്ടികൾ എങ്ങനെയാ, അല്ലേ? നമ്മൾ എവിടെയാണോ അവിടെ നമ്മൾ കണ്ണും കാതും തുറന്നിരിക്കണം. ആവശ്യമില്ലാത്ത ലൈറ്റുകള്, ഫാനുകള്, ഇതൊക്കെ എപ്പോഴും സ്വിച്ച് ഓഫ് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് തന്നെത്താൻ കൈ പോണം. അതൊരു ഒരു അഡിക്ഷൻ ആയിക്കോട്ടെ, അങ്ങനെയാണ് ആവേണ്ടത്. ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ അഡിക്ഷൻ ആവാം. നമ്മുടെയൊക്കെ ഒരു ദുശ്ശീലം എന്ന് തന്നെ പറയാം. എവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോഴും അപ്പം അവിടുത്തെ സ്വിച്ച് ഓഫ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ദുശ്ശീലമാണ്. കാരണം അവിടെ വേറെ ആരും ഇല്ലെങ്കിൽ അത് ആവശ്യമില്ല. ആ ലൈറ്റോ ഫാനോ എ സിയോ അല്ലെങ്കിൽ വേറെ എന്താണുള്ളത് വെച്ചാൽ അത് ആവശ്യമില്ല. അത് ഓഫ് ചെയ്തിട്ട് പോവുക. വെള്ളം നമുക്ക് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. അത് നിയന്ത്രിക്കാനുള്ളതായിട്ടുള്ള കഴിവ്. നമ്മൾ എവിടെ ഇരുന്നോ, എന്ത് ഭക്ഷണം കഴിച്ചോ അത് വൃത്തിയാക്കുക. നമ്മൾ ഭക്ഷണം കഴിച്ച സ്ഥലം ഉടനെ തന്നെ തുടച്ച് വൃത്തിയാക്കാനുള്ളൊരു ശീലം ഉണ്ടാക്കണം. ഇതിപ്പോൾ നമ്മൾ എവിടെ പോയാലും കഴിച്ചത് അങ്ങനെ തന്നെ വാരി വെതറിയിട്ട് മുഴുവൻ എല്ലായിടത്തും എച്ചിലായിരിക്കും. ഏതൊരു സ്ഥാപനത്തിൽ ചെന്നാലും, ക്ഷേത്രത്തിൻ്റെതായിട്ടുള്ള അന്നശാലകളാവട്ടെ, ആശ്രമങ്ങളാവട്ടെ, ആശ്രമങ്ങളിൽ അങ്ങനെ സമ്മതിക്കില്ല. ആശ്രമങ്ങളിൽ നല്ല വിവരമുള്ള സന്യാസിമാരുണ്ടാവും നിയന്ത്രിക്കാനായിക്കൊണ്ട്. എന്നാലും ചിലയിടത്ത് അവരുടെ ശ്രദ്ധ എത്തിയില്ലെങ്കിൽ അങ്ങനെയൊക്കെ കിടക്കും. ഇപ്പോൾ വീടുകളിലാവട്ടെ, ഉച്ചയ്ക്ക് കഴിച്ചതിന്റെ ഉച്ചിഷ്ടം മുഴുവൻ മേശപ്പുറത്തുണ്ടാവും. രാത്രി കഴിക്കാൻ നേരത്താണത് വൃത്തിയാക്കണോ വേണ്ടയോ എന്ന് ആലോചിക്കുക. അങ്ങനെയല്ല, അപ്പപ്പോ കഴിച്ച പാത്രങ്ങൾ അപ്പപ്പോ കഴുകാനും കഴിച്ചിടം തുടച്ച് വൃത്തിയാക്കാനും ശീലിപ്പിക്കണം കുട്ടികളെ ശീലിപ്പിക്കണം. അല്ലാതെ നിങ്ങൾ പുറകെ നടന്ന് ചെയ്യല്ല വേണ്ടത്, നിർബന്ധമായി ശീലിപ്പിക്കണം. അവരെവിടെ പോയാലും അത് അവരുടെ സ്വഭാവമായിരിക്കണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജാഗ്രത വേണ്ടതുണ്ട്. അതാണ് ദക്ഷത എന്ന് പറയുന്നത്. അപ്പോൾ നിത്യവും ചെയ്യാനുള്ളതായിട്ടുള്ള തൻ്റെതായിട്ടുള്ള കർത്തവ്യങ്ങളിലൊക്കെ ദക്ഷത. ഇപ്പോൾ ഗുരുകുലത്തില് വിറക് കൊണ്ടുവരേണ്ട സമയമായാൽ ആ വിറക് തീർന്നിരിക്കണു, വിറക് നേരത്തെ കൊണ്ടു കൊടുക്കണം. വെള്ളം കോരി കൊടുക്കേണ്ട സമയമാണെങ്കിൽ വെള്ളം കോരി കൊടുക്കണം. കൃഷി കാര്യങ്ങളിലൊക്കെ തന്റെ ശ്രദ്ധ വേണം. അല്ലെങ്കിൽ പശുക്കൾക്ക് വെള്ളം കൊടുക്കണം, അല്ലെങ്കിൽ പശുക്കളെ കുളിപ്പിക്കണം. ഇതൊന്നും വേറൊരാൾ പറഞ്ഞു ചെയ്യാൻ ഇടവയ്ക്കരുത്. ഇത് തന്റെ ഡ്യൂട്ടിയാണ് എന്നുള്ള തോന്നലോടെ അതാത് സമയത്ത് കുട്ടികൾക്ക് ചെയ്യാനായിട്ട് സാധിക്കണം. അതാണ് ദക്ഷത എന്ന് പറയുന്നത്. അപ്പോൾ അവരെവിടെ പോയാലും സ്മാർട്ടായിരിക്കും, എവിടെയും അവരൊരു അസറ്റായിരിക്കും. അങ്ങനെ വളരുന്ന കുട്ടികൾ എവിടെ പോയാലും അവർക്ക് സെൽഫ് റിലയന്റ് ആയിട്ട് ജീവിക്കാനും പറ്റും. ഒരു കാര്യത്തിനും ആരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല.
അവരവരുടെ വസ്ത്രം സമയത്തിന് അലക്കുക, അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും, അവനവന്റെ കഴിച്ച പാത്രം വൃത്തിയാക്കുക, അവനവന്റെ ദേഹം എപ്പോഴും ശുദ്ധിയാക്കി വെക്കുക. ഇതൊന്നും ആരും പറയാതെ, ആരുടെയും ഡിക്റ്റേഷൻ ഇല്ലാതെ സ്വമേധയാ ചെയ്യുന്നവരായി മാറണം. അതാണ് നല്ല കുട്ടികൾ, നല്ല വിദ്യാർത്ഥികൾ. അപ്പൊ ഇതാണ് മിതബുക് ദക്ഷഃ, ദക്ഷത. ഇത് ഇന്നത്തെ തലമുറയിലെ കുട്ടികളെയൊക്കെ അമ്മമാരും അധികം ലാളിച്ച് 20 വയസ്സായാലും പിള്ളേർക്ക് വായിൽ ഭക്ഷണം വാരിക്കൊടുക്കുന്നതായിട്ടുള്ള ശീലങ്ങളൊക്കെ നമ്മൾ എവിടെയും കാണാം, ഇഷ്ടം പോലെ കാണാം. അതൊക്കെ മക്കളെ നശിപ്പിക്കുകയാണ്. ദക്ഷഃ ശ്രദ്ധദാനോ ജിതേന്ദ്രിയഃ. ശ്രദ്ധദാനഃ ശ്രദ്ധയെ ധരിക്കുന്നവൻ. എല്ലാ കാര്യത്തിലും ആ ഒരു കരുതലോടെ ഈശ്വരനിലും ഗുരുവിലും ശാസ്ത്രങ്ങളിലുള്ളതായിട്ടുള്ള വിശ്വാസത്തോടെ ഭക്തിയോടെ ഒക്കെ ആ ഒരു ചെയ്യുന്ന കാര്യങ്ങൾ, അതാണ് ശ്രദ്ധ. അതുപോലെ ജിതേന്ദ്രിയ, ഇന്ദ്രിയങ്ങളെയെല്ലാം ജയിച്ചവരായിട്ട്. സ്ത്രീഷു സ്ത്രീ നിർജിതേഷു യാവതർത്ഥം വ്യവഹരേത്. സ്ത്രീഷു സ്ത്രീകളോട് യാവതർത്ഥം വ്യവഹരേത്, എത്രമാത്രം പ്രയോജനമുണ്ടോ അത്രമാത്രമേ വ്യവഹരിക്കേണ്ടതുള്ളൂ. എന്ന് വെച്ചാൽ ആവശ്യത്തിന് മാത്രം, വളരെ എന്താ പറയുക, അലർജിക്കായിട്ട് അകറ്റി നിർത്തേണ്ട കാര്യമില്ല. എന്നാൽ എന്താണോ ആവശ്യം അതിനുവേണ്ടി മാത്രം വ്യവഹരിക്കുക എന്നാണ് പറയുന്നത്. അതുപോലെ സ്ത്രീ നിർജിതേഷു എന്ന് പറഞ്ഞാൽ സ്ത്രീകളാൽ നിശേഷേണ ജയിക്കപ്പെട്ട പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ സ്ത്രീജിതന്മാരായ പുരുഷന്മാർ, സ്ത്രീകളാൽ ജയിക്കപ്പെട്ടവർ എന്ന് വെച്ചാലോ സ്ത്രീ ലംബടന്മാർ, കാമുകന്മാർ, അങ്ങനെയുള്ള ആളുകളുടെ കൂടെ നമ്മളും പരിചയിച്ചാല് നമ്മൾക്കും ആ സ്വഭാവങ്ങളൊക്കെ വന്നു ചേരും. അവരെ പറഞ്ഞ് നമ്മളെയും അതുപോലെ ആക്കിയെടുക്കും. അപ്പൊ അതുകൊണ്ട് സ്ത്രീജിതന്മാരായിരിക്കുന്നവരെ അകറ്റി നിർത്തുക, ആവശ്യത്തിന് മാത്രം അവരുമായിട്ട് വ്യവഹരിക്കുക. സ്ത്രീകളോടും വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ ആവശ്യത്തിന് മാത്രം വ്യവഹരിക്കുക. അതിനെക്കുറിച്ച് കൂടുതൽ പറയാണ് അടുത്ത ശ്ലോകങ്ങളിൽ. വർജയേത് പ്രമദാഗാധാം അഗൃഹസ്ഥോ ബൃഹദ്വ്രതഃ ഇന്ദ്രിയാണി പ്രമാധീനി ഹരന്ത്യപിയതേർമനഃ. അഗൃഹസ്ഥഃ എന്ന് വെച്ചാൽ ഗൃഹസ്ഥനല്ലാത്തവൻ. അപ്പൊ ഗൃഹസ്ഥനല്ലാത്തവൻ എന്ന് പറയുമ്പോൾ മറ്റു 3 ആശ്രമങ്ങളും പെടും. ബ്രഹ്മചാരി, വാനപ്രസ്ഥൻ, സന്യാസി, 3 പേർക്കും കോമൺ ആയിട്ടുള്ള ഒരു കാര്യം പറയുകയാണ്. ഗൃഹസ്ഥൻ ഒഴികെ ബാക്കിയുള്ളവര് ബൃഹദ്വ്രതഃ, ബൃഹദ്വ്രതനായിട്ട്. ബൃഹദ്വ്രതം ബ്രഹ്മചര്യവ്രതം തന്നെയാണ്. അപ്പോ ഇന്ദ്രിയ നിയന്ത്രണത്തോടെ വിഷയ ആസക്തിയില്ലാത്തവനായിട്ട്, അതാണ് ബൃഹദ്വ്രതം. ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിക്കുന്നവരായിട്ട് പ്രമദാഗാധാം വർജയേത്, പ്രമദകളുടെ ഗാഥകളെ വർജിക്കേണ്ടതാണ്. സ്ത്രീകളെ സംബന്ധിച്ചതായിട്ടുള്ള വർത്തമാനം പരസ്പരം പറയാതിരിക്കുക. ബ്രഹ്മചാരിമാർക്കും പരസ്പരം സ്ത്രീ വിഷയമല്ല സംസാരിക്കേണ്ടത്. വാനപ്രസ്ഥന്മാരും സന്യാസിമാരും അങ്ങനെ സ്ത്രീ വിഷയം സംസാരിക്കുന്നത് വർജിക്കേണ്ടതാണ്, ആവശ്യമില്ലാത്തതാണ്. ഗൃഹസ്ഥന്മാർ തമ്മിൽ ലിമിറ്റഡ് ആയിട്ടുള്ള അവരുടേതായിട്ടുള്ള പരിമിതികളിൽ നിന്നുകൊണ്ട് ആവശ്യത്തിന് മാത്രം ആവാം എന്നാണ് അഗൃഹസ്ഥഃ എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത്. ഇപ്പോ പ്രമദാഗാധാം വർജയേത്. എന്തുകൊണ്ട്? പ്രമാധീനി ഇന്ദ്രിയാണി യതേഹേ അഭിമനഃ ഹരന്തി. നമ്മളെ പ്രകർഷേണ മധിക്കുന്നവയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ. നിയന്ത്രിക്കാൻ പറ്റാതെയാവും. ഇന്ദ്രിയങ്ങൾ ഇളകിത്തുടങ്ങിയാല്, വിക്ഷുബ്ധമായി കഴിഞ്ഞാല് പിന്നെ അത് ആർക്കും നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന് പറയാ. അങ്ങനെ പ്രമാധികളായിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ യതേഹേ അഭിമനഃ ഹരന്തി, വലിയ യതിമാരുടെ പോലും താപസന്മാരുടെ മനസ്സിനെ പോലും ഹരിക്കുന്നതാണ്. അപ്പൊ എത്രയോ കഷ്ടപ്പെട്ട് തപസ്സനുഷ്ഠിക്കുന്നതായിട്ടുള്ള വിശ്വാമിത്ര പ്രഭൃതികൾ, അവർ പോലും സ്ത്രീകളാൽ ആകർഷിക്കപ്പെട്ട് മനസ്സ് വിക്ഷുബ്ധമായിട്ട് അവരുടെ പുറകെ പോയി. അവർക്ക് ജീവിതത്തിൽ പല വിഷമങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് ആവശ്യമില്ലാത്ത സ്ത്രീ വിഷയ സംസാരമോ സ്ത്രീകളുമായിട്ടുള്ള സംഗമോ സ്ത്രീജിതന്മാരുമായിട്ടുള്ള സംഗമോ ബ്രഹ്മചാരിമാർ പ്രത്യേകിച്ചും ത്യജിക്കേണ്ടതാണ് എന്നാണ് ഇവിടെ പറഞ്ഞത്. കേശപ്രസാദനോന്മർദ്ദ സ്നപനാഭ്യഞ്ജനാദികം ഗുരുസ്ത്രീഭിർയുവതിഭിഃ കാരയേന്നാത്മനോ യുവാ.
കേശപ്രസാദനോന്മർദ്ദ സ്നപനാഭ്യഞ്ജനാദികം ഗുരുസ്ത്രീഭിർയുവതിഭിഃ കാരയേന്നാത്മനോ യുവാം. യുവാവായിരിക്കുന്ന ഒരു ബ്രഹ്മചാരി ഇന്നവരെ കൊണ്ടൊന്നും ന കാരയേത് ചെയ്യിപ്പിക്കരുത്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കരുത്? കേശപ്രസാദനം, ഉന്മർദ്ദം, സ്നപനം, അഭ്യഞ്ജനം മുതലായത്. അപ്പോൾ എന്താണ് കേശപ്രസാദം എന്ന് പറഞ്ഞാല് തലമുടി കെട്ടിക്കുക. തലമുടിയെ ചീവി ഒതുക്കി, പണ്ടൊക്കെ എല്ലാവർക്കും നല്ലോണം മുടി ഉണ്ടാവും, ബ്രഹ്മചാരിമാർക്കൊക്കെ മുടി വളർത്തിയിട്ടുണ്ടാവും. അപ്പൊ അതിനെയൊക്കെ ജടയെടുത്ത് അല്ലെ കുളി കഴിഞ്ഞ് വന്നാല് തലയൊക്കെ ഒന്ന് നല്ലോണം ചീവി ഒതുക്കി അതിനെ കെട്ടിക്കൊടുക്കുക. അതിന് സ്ത്രീകളെ ഉപയോഗിക്കുക. ഗുരുസ്ത്രീഭിഹി, ഗുരുവിന്റെ പത്നിമാരെയോ മറ്റേതെങ്കിലും യുവതികള് ഗുരുവിന്റെ പുത്രിമാരോ അല്ലെങ്കിൽ അതുപോലെയുള്ളതായിട്ടുള്ള ബന്ധുക്കളോടെ ഗുരുകുലത്തിലുണ്ടെങ്കിൽ ഇനി സഹബ്രഹ്മചാരിണിമാരുണ്ടാവാം. സഹധർമ്മചാരിണികൾ, സഹബ്രഹ്മചാരിണികൾ എന്നൊക്കെ പറയുന്ന വേദം പഠിക്കാനായിക്കൊണ്ട് പണ്ടുകാലത്തൊക്കെ വിദ്യാർത്ഥിനികളും ഗുരുകുലങ്ങളിൽ ഉണ്ടായിരുന്നു. അതൊക്കെ ഉപനിഷത്തുകൾ പഠിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഉപനിഷത്തുക്കളില് ഗർഭിണികൾ വരെ ഗുരുക്കന്മാരുടെ അടുത്ത് ശ്രവണം ചെയ്യാൻ വന്നിരുന്നു എന്ന് കാണാം. അതുകൊണ്ട് മറ്റേ ഐതരേയ ഉപനിഷത്തില് ഒരു ഭാഗത്ത് ഒരു ഗർഭസ്ഥ ശിശുവിന്റെ അവസ്ഥകളെ കുറിച്ച് വർണ്ണിക്കുന്ന ഒരു ഭാഗമുണ്ട്. നമ്മുടെ കപിലോപദേശത്തിലും അല്ലെങ്കിൽ സമ്പാദിവാക്യത്തില് രാമായണത്തിലൊക്കെ ഉള്ളതുപോലെ എങ്ങനെയാണോ ഗർഭത്തിൽ ആ ഭ്രൂണം വികസിച്ച് ആ ഗർഭം എന്താ പറയുക പക്വമാകുന്നത് 10 മാസം കൊണ്ട്, അതിനെക്കുറിച്ചൊക്കെ പറയുന്നതായിട്ടുള്ള സന്ദർഭങ്ങളിൽ ആചാര്യൻ പറയുന്നു, അപക്രാമന്തു ഗർഭിണ്യഃ, ഗർഭിണികളെല്ലാം അപക്രമിക്കട്ടെ. അപക്രമിക്കട്ടെ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോകട്ടെ എന്നാണ്. അപ്പൊ ഗർഭിണികൾ ഈ കാര്യം കേൾക്കണ്ട എന്നുവെച്ചാൽ തൽക്കാലം അവർക്ക് ഇത് കേൾക്കുമ്പോൾ അവർ ആങ്ഷ്യസ് ആവും, ഏതെങ്കിലും ഉദ്വേഗം അവരെ ബാധിക്കും, ആ ഉദ്വേഗം ഗർഭസ്ഥ ശിശുക്കളെ ബാധിക്കും. അതുകൊണ്ട് അവർക്ക് തൽക്കാലം അവർ മാറിയിരിക്കുക. അത് കഴിഞ്ഞ് ഈ ഭാഗം വർണ്ണനയൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ അകത്തേക്ക് വരാനായിട്ടും വിളിച്ചു പറയുന്നത് കേൾക്കാം. അതൊക്കെ ഉപനിഷത്തിലുള്ളതാണ്. ഐതരേയ ഉപനിഷത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപക്രാമന്തു ഗർഭിണ്യഃ, ഗർഭിണികൾ പുറത്തേക്ക് പോകട്ടെ എന്ന്. അപ്പോ പണ്ടുകാലത്ത് വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ പഠിക്കാനായിക്കൊണ്ട് എല്ലാ എന്താ പറയുക പെൺകുട്ടികളും ഒപ്പം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പല വേദങ്ങളിലും സ്മൃതികളിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, സഹബ്രഹ്മചാരിണിമാരുമായിട്ട് ഇന്ന കാര്യങ്ങൾ ഇടപഴകരുത് എന്നൊക്കെ പറയുന്നതായിട്ടുള്ള ഭാഗങ്ങളുണ്ട്. അപ്പൊ സഹബ്രഹ്മചാരിണിമാര് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഗുരുകുലത്തിൽ തന്നെ 2 കൂട്ടരും എന്താ പറയുക 2 പേർക്കും സെപ്പറേറ്റ് താമസ സൗകര്യങ്ങളായിരിക്കും. എന്തായാലും ആ കാലത്തെ ഉണ്ട് എന്ന് പറയാം. അപ്പൊ അവരുമായിട്ട് യുവതികളുമായിട്ടും കേശപ്രസാദനം, എന്റെ തലമുടി ഒന്ന് കെട്ടിത്തരുമോ എന്ന് ആ ഗുരുപത്നിമാരോടോ അവിടെയുള്ള മറ്റു സ്ത്രീകളോടോ ആവശ്യപ്പെടാതിരിക്കുക. ഉന്മർദ്ദം എന്ന് പറഞ്ഞാല് ശരീരത്തിൽ മസാജ് ചെയ്യിക്കുക. എനിക്ക് അവിടെ വേദനിക്കണു ഇവിടെ വേദനിക്കണു, ഒന്ന് മർദ്ദിച്ചു തരൂ, ഒന്ന് മസാജ് ചെയ്തു തരൂ എന്ന് സ്ത്രീകളോട് പറയാതിരിക്കുക. അതുപോലെ സ്നപനം എന്ന് പറഞ്ഞാൽ കുളിപ്പിക്കുക, എന്നെ ഒന്ന് കുളിപ്പിച്ചു തരൂ എന്ന് യുവാക്കളായി കഴിഞ്ഞാൽ, കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ ആവാം, അത് കഴിഞ്ഞ് യുവാക്കളായി കഴിഞ്ഞാൽ വേണ്ടാന്ന്. അതുപോലെ അഭ്യഞ്ജനം എന്ന് പറഞ്ഞാൽ തലയിൽ എണ്ണ തേക്കുക മുതലായത്. അഭ്യംഗം എന്ന് ആയുർവേദത്തിൽ പറയും. ശരീരം മുഴുവനും എണ്ണ തേച്ച് പിടിപ്പിക്കുന്ന പരിപാടിയാണ് അഭ്യംഗം. അപ്പോ അങ്ങനെയുള്ള അഭ്യഞ്ജനാധികം ശരീരത്തിലും തലയിലുമൊക്കെ എണ്ണ തേച്ച് പിടിപ്പിക്കുക. ഈ കാര്യങ്ങളൊന്നും ഒരു യുവാവായിരിക്കുന്ന ബ്രഹ്മചാരി ആത്മനഃ തന്റെ ദേഹത്തിനായിക്കൊണ്ട് യുവതിഭിഹി ഗുരുസ്ത്രീഭിഹി ന കാരയേത്, ഗുരുപത്നിമാരാലോ യുവതികളാലോ ചെയ്യിക്കരുത്. കാരണം അത് എന്താ പറയുക ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഒക്കെ കലുഷിതമാക്കും, വിക്ഷിപ്തമാക്കും, അസ്വസ്ഥമാക്കും, വേണ്ടാത്ത ചിന്തകളിലേക്കൊക്കെ നയിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്ത്രീകളുമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള അടുപ്പം കുറയ്ക്കണം എന്നാണ്.
നന്വഗ്നിഃ പ്രമദാ നാമ ഘൃതകുംഭസമഃ പുമാൻ സുതാമപി രഹോ ജഹ്യാത് അന്യഥാ യാവദർത്ഥകൃത്. നമ്മള് പെട്രോൾ ടാങ്കർ ലോറികളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും ഹൈലി ഇൻഫ്ലാമബിൾ, അല്ലേ? പെട്ടെന്ന് തീപിടിക്കുന്നതാണ്. ഇത് ഇന്നലെയും പറഞ്ഞതല്ല, അത് ഭാഗവതത്തിലേ പറഞ്ഞിരിക്കണു. പ്രമദാ നാമ അഗ്നി. പ്രമദ എന്നാൽ എന്നുവെച്ചാൽ സുന്ദരികളായ സ്ത്രീകൾ, യുവതികളായിട്ടുള്ള സ്ത്രീകൾ എന്ന് പറഞ്ഞാല് അഗ്നിഹി, അഗ്നിയാകുന്നു, തീയാകുന്നു, അല്ലേ? അപ്പൊ തീയിനെ അകറ്റി നിർത്തേണ്ടതാണ്. ഒരു പുമാൻ ഘൃതകുംഭസമഃ. പുമാനെ കുറിച്ച് പറയുന്ന ഒരു പുരുഷൻ നെയ് നിറച്ച കലശമാണ്. ഘൃതകുംഭം നെയ് നിറച്ച കലശമാണ്. അപ്പൊ നെയ്യും അഗ്നിയും കൂടി ചേർന്നാൽ അത് ആളിക്കത്തും, അല്ലേ? നമ്മള് പെട്രോളും തീയും എന്ന് ഇന്നത്തെ മോഡേൺ ഭാഷയിൽ പറയുന്നതിന് പകരം അന്നത്തെ ഭാഷയിൽ പറഞ്ഞതാണ് നെയ്യ് നിറച്ചിരിക്കുന്ന കുംഭവും അഗ്നിയും തമ്മിൽ അടുത്തടുത്ത് വെച്ചാൽ അത് ആളിക്കത്താനിടയാവും എന്നതുപോലെ ഘൃതകുംഭസമഃ പുമാൻ. നെയ് പാത്രം പോലെയാണ്, നെയ് നിറച്ചതായിട്ടുള്ള കുംഭം പോലെയാണ് ഒരു പുരുഷന്റെ അവസ്ഥ. അപ്പോ അഗ്നി വന്ന് പടർന്ന് കയറും. നനു യാവദർത്ഥകൃത് അന്യഥാ സുതാമപീരഹ ജഹ്യാത്. അപ്പോ യാവദർത്ഥകൃത്, എത്രമാത്രം ആവശ്യമുണ്ടോ, പ്രയോജനമുണ്ടോ, അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം സ്ത്രീകളുമായിട്ട് ഇടപഴകേണ്ടതാണ്. അതെല്ലാവർക്കും ഉള്ള ഒരു ജനറൽ റൂളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അന്യത, അതല്ലാതെ പ്രയോജനമില്ലാത്തപ്പോൾ, ആവശ്യമില്ലാത്തപ്പോൾ സുതാം അപീരഹ ജഹ്യാത്. മകളെ പോലും രഹസ്യത്തിൽ ഏകാന്തത്തിൽ ഉപേക്ഷിക്കേണ്ടതാണെന്ന് വെച്ചാൽ മകളുമായിട്ട് പോലും ഏകാന്തതയിൽ പിതാക്കന്മാർ പോലും ഇരുന്നു കൂടാ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പല പ്രാവശ്യം പല ഭാഗത്ത് പറയുന്നത് കാണാം. എന്ന് വെച്ചാൽ സ്ത്രീകളുമായിട്ട് ഏകാന്തമായിട്ട് പുരുഷന്മാർ ഇരിക്കുന്നത് പരമാവധി ആവശ്യമില്ലാത്തിടത്തൊക്കെ ഒഴിവാക്കേണ്ടതാണ്. അതാണ് അന്യഥാ സുതാമപീരഹ ജഹ്യാത്. രഹസ്യത്തിൽ സുതയെ പോലും, മകളെ പോലും, പുത്രിയെ പോലും അടുത്ത് ഇരുത്തേണ്ട കാര്യമില്ല എന്നാണ്. അപ്പോ ഇതൊരു സാമാന്യമായിട്ടുള്ള ഉപദേശങ്ങളുണ്ടോ. സുതാമപി, ബ്രഹ്മചാരിമാർക്ക് എന്തായാലും മക്കളുണ്ടാവില്ല. അപ്പൊ ഇവിടെ ഗൃഹസ്ഥന്മാർക്കും ബാക്കിയുള്ളവർക്കൊക്കെ ബാധകമായിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ രഹസ്യമായിട്ട് സ്ത്രീകളുമായിട്ട് ഉള്ളതായിട്ടുള്ള ബന്ധം പാടുള്ളതല്ല. നന്വഗ്നിഃ പ്രമദാ നാമ ഘൃതകുംഭസമഃ പുമാൻ സുതാമപി ജഹ്യാത് അന്യഥാ യാവദർത്ഥകൃത് കൽപ്പയിത്വാ ആത്മനാ യാവത് ആഭാസമിദമീശ്വരഃ ദ്വൈതം താവന്ന വിരമേത് തതോ ഹ്യസ്യ വിപര്യയഃ. കൽപ്പയിത്വാ ആത്മനാ യാവത് ആഭാസം ഇദമീശ്വരഃ ദ്വൈതം താവന്ന വിരമേത് തതോ ഹ്യസ്യ വിപര്യയഃ. ഈശ്വരഃ അപി, ഈശ്വരഃ എന്ന് പറഞ്ഞാൽ നല്ല സാമർത്ഥ്യമുള്ളവൻ എന്നർത്ഥമാണ്. സ്വയം സാമർത്ഥ്യമുള്ളവൻ, നല്ല നിയന്ത്രണമുള്ളവൻ, ആത്മനിയന്ത്രണമുള്ളവൻ എന്നുള്ള അർത്ഥത്തില് ഈശ്വരഃ അപി ഇദം ആഭാസം ആത്മനാ കൽപ്പയിത്വാ യാവത് വർത്തതേ താവത് ദ്വൈതം ന വിരമേത്. ഇദം ആഭാസം, ഈ ആഭാസത്തെ, ഈ ദ്വൈതം അല്ലെങ്കിൽ സ്ത്രീ പുരുഷ ഭേദം ഒക്കെ ഒരുതരം ആഭാസമാണ്. അതിനെ ആത്മനാ കൽപ്പയിത്വ, മനസ്സുകൊണ്ട് അതിനെ നിരൂപിച്ചിട്ട്, ദ്വൈതം ആഭാസമാണ് എന്നറിഞ്ഞുകൊണ്ട് യാവത് വർത്തതേ, എത്ര കാലം വർത്തിക്കുന്നുവോ താവത് ദ്വൈതം ന വിരമേത്, അതുവരേക്കും ഈ ദ്വൈതഭാവം നമ്മളെ വിട്ടുപോവുകയില്ല. തതഃ അസ്യ വിപര്യയഃ, അതുകൊണ്ട് അവന് അതിൽ നിന്ന് വിപരീതം സംഭവിക്കും എന്നർത്ഥം.
വിപരീതം സംഭവിക്കുന്ന പ്രതികൂലമായി ഭവിക്കുക. അപ്പൊ നമ്മൾക്ക് ഈ എന്താ പറയുക, ആത്മനിയന്ത്രണം പരിപൂർണമായി ഉണ്ടാകുന്നത് വരേക്ക് ഈ ഒരു സത്യത്തെ നമ്മൾ അംഗീകരിക്കണം. ഈ വ്യാവഹാരികമായിട്ടുള്ള ഭേദഭാവത്തെ, സ്ത്രീ പുരുഷ ഭേദഭാവത്തെ അംഗീകരിച്ചുകൊണ്ട് അവരെ അകറ്റി നിർത്തേണ്ടതാണ് എന്നർത്ഥം. ഒരു ബ്രഹ്മജ്ഞാനിയായി സ്ഥിതപ്രജ്ഞനായി മഹാത്മാവായി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് ദ്വൈതഭാവമൊന്നുമില്ല, സ്ത്രീ പുരുഷ ഭേദമൊന്നും ഇല്ലാതെയാവും. എല്ലാ ഭേദഭാവനകൾക്കും അതീതനാവും. അതുവരേക്ക് ഈ ഭേദഭാവനകൾക്കൊക്കെ അതീതനായിത്തീരുന്നത് വരെ, ബ്രഹ്മനിഷ്ഠനായിത്തീരുന്നത് വരെ ഈ ഒരു ഭേദഭാവനയെ നമ്മൾ അംഗീകരിക്കേണ്ടതാണ്. വ്യവഹാരത്തിൽ അതിനെ എങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത് അങ്ങനെ കൈകാര്യം ചെയ്യണം എന്നർത്ഥം. കൽപ്പയിത്വാത്മനായാവത് ആഭാസമിതമീശ്വരഃ ദ്വൈതം താവന്ന വിരമേത് തതോ ഹ്യസ്യ വിപര്യയഃ. അപ്പോ അകർത്തവ്യങ്ങളിലേക്ക് നമ്മളെ വലിച്ചഴക്കാതിരിക്കാനായിക്കൊണ്ട് ജാഗ്രത പുലർത്തണം എന്നർത്ഥം. ഏതത് സർവം ഗൃഹസ്ഥസ്യ സമാംനാദം യതേരപി ഗുരുവൃത്തിർവികൽപേന ഗൃഹസ്ഥസ്യ ഋതുഗാമിനഃ. ഏതത് സർവം ഗൃഹസ്ഥസ്യ സമാംനാദം യതേരപി ഗുരുവൃത്തിർവികൽപേന ഗൃഹസ്ഥസ്യ ഋതുഗാമിനഃ. ഏതത് സർവം, ഈ കാര്യങ്ങളൊക്കെ ഗൃഹസ്ഥസ്യ, ഒരു ഗൃഹസ്ഥനെ സംബന്ധിച്ചും യതേഹേ അപി, ഒരു സന്യാസിയെ സംബന്ധിച്ചും സമാംനാദം നല്ലതുപോലെ പറയപ്പെട്ടിരിക്കുന്നു. അപ്പോ ഗൃഹസ്ഥന്മാരായാലും സന്യാസിമാരായാലും ഈ നിയന്ത്രണങ്ങളൊക്കെ പാലിക്കേണ്ടതാണ് എന്നാണ്. മുമ്പേ പറഞ്ഞല്ലോ, സ്വന്തം മകളുടെ അടുത്ത് പോലും ഏകാന്തതയിൽ ഇരിക്കരുത് എന്ന് പറഞ്ഞാൽ അത് ഗൃഹസ്ഥന്റെ കാര്യമാണ്. അതുപോലെ തന്നെ ഈ വ്യവഹാര ഭേദഭാവങ്ങൾ വ്യാവഹാരിക ദശയിൽ ഈ ജഗത്ത് സത്യം എന്ന് തോന്നുന്നതായിട്ടുള്ള ആ അവസ്ഥ വരേക്കും, അതില്ലാതാവുന്നത് വരേക്കും, ഇത് സത്യമല്ല, ഇത് ആഭാസം മാത്രമാണെന്ന് ഉറയ്ക്കുന്നത് വരേക്കും ഈ ഒരു ഭേദഭാവനയെ വെക്കേണ്ടതാണ് എന്നാണ്. ദോഷഹേതുവാണത് എന്നുള്ളതുകൊണ്ട്, നമ്മളെ പതിപ്പിക്കുന്നതായതുകൊണ്ട്. അതുകൊണ്ട് ഗൃഹസ്ഥസ്യ യതേഹേ അഭി സമാംനാദം ഋതുഗാമിനഃ ഗൃഹസ്ഥസ്യ ഗുരുവൃത്തി വികൽപേന. ഗൃഹസ്ഥസ്യ ഋതുഗാമിനഃ. ഋതുഗാമി എന്ന് പറഞ്ഞാല് ഋതുകാലത്തിൽ മാത്രം സന്തതികൾക്കായിക്കൊണ്ട് ഭാര്യയെ പ്രാപിക്കുന്നവൻ അവനാണ് ഋതുഗാമി. സ്ത്രീകൾക്ക് ഗർഭധാരണ കാലത്തെയാണ് ഋതുകാലം എന്ന് പറയുന്നത്. ആ കാലത്ത് മാത്രം ഗർഭം ധരിക്കാനുള്ള പാകതയുള്ളപ്പോൾ, ആ കാലത്ത് ഋതുകാലത്ത് ഗൃഹസ്ഥസ്യ ഗുരുവൃത്തി വികൽപേന, ആ ഗൃഹസ്ഥന് ഗുരുവൃത്തി വികൽപേന. വികൽപേന എന്ന് പറഞ്ഞാല് അവനവന്റെ ആ ഇഷ്ടത്തിനനുസരിച്ച് ആവാം എന്ന് വെച്ചാല്, അങ്ങനെയുള്ള കാലങ്ങളിൽ വേണമെങ്കിൽ ഗുരുവൃത്തിയിൽ നിന്ന്, അധ്യാപന വൃത്തിയിൽ നിന്ന് ഈ ഗുരു മാറി നിൽക്കാവുന്നതുമാണ്. അദ്ദേഹത്തിന്റെ ആത്മനിയന്ത്രണം പോലെ ഇരിക്കും, സ്വന്തം ആ പക്വത പോലെ ഇരിക്കും. അങ്ങനെയുള്ള ചില സമയത്ത് ഗുരുക്കന്മാർ പോലും ചിലപ്പോൾ വിക്ഷിപ്ത ചിത്തരാണെങ്കിൽ ശിഷ്യന്മാരുടെ അടുത്ത് അവരെ എന്താ പറയുക അധ്യയനം ചെയ്യിക്കാൻ മെനക്കെടേണ്ടതില്ല. ആ സമയം അദ്ദേഹത്തിന് അനധ്യയന ദിവസങ്ങളായിട്ട് ഉപയോഗിക്കാം. ഗുരുക്കന്മാർ ഗൃഹസ്ഥന്മാരായിരിക്കും, അപ്പൊ ഗുരുപത്നിയുമായിട്ട് ഒന്നിച്ച് കഴിയുന്നവരായിരിക്കും. അപ്പൊ അവർക്ക് ഋതുകാലത്ത് അവരെ പ്രാപിക്കുന്നതായിട്ടുള്ള ദിവസങ്ങൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ, അദ്ദേഹത്തിന് സ്വയം ഒരു ആത്മനിയന്ത്രണം തോന്നുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശുദ്ധി പോരാന്ന് തോന്നുകയാണെങ്കിൽ ഗുരുക്കന്മാര് ആ വൃത്തിയിൽ നിന്ന് പിൻവാങ്ങാവുന്നതാണ്. അല്ല, നല്ല പാകതയുള്ളവരാണെങ്കിൽ ചെയ്യുകയും ആവാം എന്നുള്ള അർത്ഥത്തിലാണ് വികൽപേന എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഗുരുക്കന്മാർക്ക് ബാധകം, അധ്യാപകന്മാർക്ക് ബാധകം. മനസ്സിന് സ്വാസ്ഥ്യം വേണം. താൻ വിദ്യാർത്ഥികളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ തന്റെ എന്താ പറയുക മനസ്സെപ്പോഴും ശാന്തമായിരിക്കണം. ശാന്തമായ സൗമ്യമായ മനസ്സോടെ കുട്ടികളെ സമീപിക്കേണ്ടതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിക്ഷിപ്തമായിരിക്കുന്ന മനസ്സുകൊണ്ട് കുട്ടികളെ കൈകാര്യം ചെയ്തുകൂടാ എന്ന അത്രയും ജാഗ്രതയാണ് പണ്ടുകാലത്ത് ഈ അധ്യാപകർക്ക് പോലും കൊടുത്തിരിക്കുന്നത്.
അഞ്ജനാഭ്യഞ്ജനോന്മർദ്ദ സ്ത്യവലേകാമിഷം മധു സ്രഗന്ധലേപാലങ്കാരാൻ ത്യജേയുര്യേ ധൃതവ്രതാഹാം. ധൃതവ്രതാഹ, വ്രതം ധരിച്ചിരിക്കുന്നവർ, ബ്രഹ്മചര്യ വ്രതം ധരിച്ചിരിക്കുന്നവർ. അത് നൈഷ്ഠിക ബ്രഹ്മചാരികളാവാം, അല്ലെങ്കിൽ ഇവിടെ ഉപകുർവാണന്മാരായിരിക്കുന്നവരാവാം. ഉപകുർവാണന്മാരെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസകാലം കഴിഞ്ഞ് പിന്നെ വിവാഹത്തിലേക്ക് പോകുന്നവരും ഉപകുർവാണന്മാരെന്നുള്ള ബ്രഹ്മചാരിമാര്. അതല്ലെങ്കിൽ നിത്യ ജീവിതം മുഴുവൻ നൈഷ്ഠികമായിട്ട് ബ്രഹ്മചര്യം സ്വീകരിക്കുന്നവർ. രണ്ടു കൂട്ടരും ധൃതവ്രതന്മാരാണ്. ഒരു കൂട്ടർ തൽക്കാലം ധൃതവ്രതരാണ്, മറ്റൊരു കൂട്ടർ പെർമനന്റ് ആയിട്ട് ധൃതവ്രതരാണ്. അപ്പൊ എന്തായാലും ബ്രഹ്മചര്യ വ്രതത്തെ ധരിച്ചിരിക്കുന്നവർ തേ അവര് അഞ്ജനം അഭ്യഞ്ജനം ഉന്മർദ്ദം സ്ത്രീവലേകം ആമിഷം മധു സ്രക്ക് ഗന്ധലേപം അലങ്കാരം ത്യജേയു. അവര് ത്യജേയുഹു ത്യജിക്കേണ്ടതാണ്. എന്തൊക്കെയാണ്? അഞ്ജനം. അഞ്ജനം എന്ന് പറഞ്ഞാല് ശരീരത്തില് എണ്ണ തേച്ച് പിടിപ്പിക്കുക, ശരീരത്തെ ശുശ്രൂഷിക്കുക, തലയിലും ശരീരത്തിലൊക്കെ പലതരത്തിലുള്ള എണ്ണകൾ തേച്ച് പിടിപ്പിക്കുക. അഭ്യഞ്ജനം, അഭ്യഞ്ജനം ഒന്നുകൂടെ ശിരസിൽ നല്ലതുപോലെ എന്താ പറയുക, ശിരസ് മുതൽ പാദം വരെ എണ്ണയൊഴിച്ച് ധാരാദികളൊക്കെ ചെയ്ത് അതിനെ ശുശ്രൂഷിക്കുക. ഉന്മർദ്ദം, മസാജ് ചെയ്യുക, ശരീരം തിരുമ്മുക. സ്ത്രീവലേകം, സ്ത്രീകളെ നോക്കുക, സ്ത്രീകളെ കുറിച്ച് ചിന്തിക്കുക. ആമിഷം, മാംസം ഭക്ഷിക്കുക. മധു, മദ്യം എന്നും അർത്ഥമാവാം, തേനെന്നും അർത്ഥമാവാം, ആവശ്യമില്ലാതെ ഭക്ഷിക്കേണ്ടതില്ല. സ്രക്ക്, മാല മുതലായത് ധരിക്കാതിരിക്കുക. ഗന്ധലേപം, ചന്ദനം മുതലായതൊക്കെ ശരീരത്തിൽ പൂശി സുഗന്ധദ്രവ്യങ്ങൾ പൂശി നടക്കേണ്ടതില്ല. അലങ്കാരം, ആഭരണാദികളൊക്കെ ത്യജേയുഹു. ഇപ്പൊ ഒരു എന്താ പറയുക, ഒരു സന്യാസിയെ പോലെ, ഒരു ഭിക്ഷുവിനെ പോലെയൊക്കെ ആയിരിക്കണം ഒരു ബ്രഹ്മചാരിയുടെ ജീവിതം ആ ബ്രഹ്മചര്യ വ്രതത്തിൽ എന്ന് സൂചിപ്പിക്കണം. ഉഷിത്വൈവം ഗുരുകുലേ ദ്വിജോ അധീത്യ അവബുദ്ധ്യ ച ത്രയീം സാംഗോപനിഷദം യാവദർത്ഥം യഥാബലം. ഉഷിത്വൈവം ഗുരുകുലേ ദ്വിജോ അധീത്യ അവബുദ്ധ്യ ച ത്രയീം സാംഗോപനിഷദം യാവദർത്ഥം യഥാബലം ദത്വാ വരമനുജ്ഞാതോ ഗുരോഃ കാമം യദീശ്വരഃ ഗൃഹം വനം വാ പ്രവിശേത് പ്രവ്രജേത് തത്ര വാ വസേത്. ഏവം ഇപ്രകാരം ഒരു ദ്വിജഃ, ദ്വിജൻ എന്ന് പറഞ്ഞാൽ ഉപനയന സംസ്കാരം കഴിഞ്ഞവൻ. അത് ബ്രാഹ്മണനാവാം, ക്ഷത്രിയനാവാം, വൈശ്യനാവാം, ആരാണെങ്കിലും ശൂദ്രനുമാവാം. സംസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ ദ്വിജനായി കഴിഞ്ഞു. സംസ്കാരത്തിന് മുമ്പ്, ഉപനയന സംസ്കാരത്തിന് മുമ്പ് എല്ലാവരും ശൂദ്രരാണ്. ഇങ്ങനെ സംസ്കാരങ്ങൾ ചെയ്തു കഴിയുമ്പോഴാണ് ദ്വിജത്വം പ്രാപിക്കുന്നത്. അങ്ങനെയുള്ള ദ്വിജഃ ഗുരുകുലേ ഉഷിത്വ, ആ ഗുരുകുലത്തിൽ വസിച്ചിട്ട് സാംഗോപനിഷദം ത്രയീം യാവദർത്ഥം യഥാബലം അധീത്യ അവബുദ്ധ്യച്ച. സാംഗോപനിഷദം, വേദങ്ങളെ അതിന്റെ അംഗങ്ങളോടുകൂടി, ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ജ്യോതിഷം, ഛന്ദസ്, ഇതാണ് വേദാംഗങ്ങൾ എന്ന് പറയുന്ന 6 അംഗങ്ങൾ, ഷഡംഗങ്ങൾ. നിരുക്തം, ജ്യോതിഷം, അതുപോലെയുള്ളതായിട്ടുള്ള ഛന്ദസ് മുതലായിട്ടുള്ള അംഗങ്ങൾ. അപ്പോൾ അംഗങ്ങളോടുകൂടെ ശിക്ഷ, കൽപ്പം, വ്യാകരണം ഇതെല്ലാം കൂടി പഠിക്കണം. അതുപോലെ ഉപനിഷദം, ഉപനിഷത്തുക്കളോടുകൂടെ, തത്വശാസ്ത്രങ്ങളോടുകൂടെ. എന്താണ് വേദത്തിന്റെ താല്പര്യം എന്നറിയണമെങ്കിൽ അതിന്റെ തത്വശാസ്ത്രം ഗ്രഹിക്കണം. അതാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള തത്വശാസ്ത്രങ്ങളോടുകൂടെ ത്രയീം യാവദർത്ഥം യഥാബലം അധീത്യ അവബുദ്ധ്യച്ച. ത്രയീം, വേദങ്ങളെ, വേദത്രയത്തെ, യാവദർത്ഥം, അവനവന്റെ ആവശ്യത്തിനനുസരിച്ച്, അവൻ ഏത് മാർഗമാണോ ജീവിത രീതിയാണോ തെരഞ്ഞെടുക്കുന്നത് അതിനനുസരിച്ച്. ഇപ്പോ വൈദിക ജീവിതം നയിക്കുന്ന പുരോഹിതനാവുകയോ അധ്യാപകനാവുകയോ ചെയ്യുന്നവരാണെങ്കിൽ കൂടുതൽ പഠിക്കണം. അതിന് താല്പര്യമില്ലാത്ത മറ്റ് ഉപജീവന മാർഗങ്ങൾ തേടിപ്പോകുന്ന ക്ഷത്രിയരോ വൈശ്യരോ ഒക്കെ ആയി പോകുന്നവരാണെങ്കിൽ അവർക്ക് മിനിമം ആവശ്യമുള്ളത് മതി. അപ്പോൾ ഓരോ വിഷയങ്ങളിലും സ്പെഷ്യലൈസ് ചെയ്ത് പ്രയോജനമുള്ളതിന് പോലെ വേണ്ടതുപോലെ പഠിക്കണം. യാവദർത്ഥം യഥാബലം, അവനവന്റെ ശക്തിക്കനുസരിച്ച് അഭ്യസിക്കണം. അതാണ് അധീത്യ, അധ്യയനം ചെയ്ത്. അവബുദ്ധ്യച്ച്, വേണ്ടതുപോലെ അതിന്റെ അർത്ഥത്തേക്ക്, അതിന്റെ പ്രയോജനത്തെയൊക്കെ ധരിച്ചുകൊണ്ട്. ഈശ്വരഃ യദി ഗുരോഹോ കാമം വരം ദത്വാ, അവന് ഉള്ള സാമർഥ്യം പോലെ, ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഇവിടെ സമർത്ഥൻ എന്നർത്ഥം. സമർത്ഥനാണെങ്കിൽ ഗുരോഹോ, ആ ഗുരുവിന് കാമം വരം ദത്വ, അദ്ദേഹത്തിന് എന്താണോ ആഗ്രഹം അത് സാധിച്ചു കൊടുത്തിട്ട്.
ഗുരുകുലത്തിൽ നിന്ന് വിദ്യാഭ്യാസം കഴിഞ്ഞ് പോകുമ്പോൾ ഗുരുവിനോട് ചോദിക്കുക, ഞങ്ങൾ അങ്ങയ്ക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന്. നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ സാന്ദീപനി ഗുരുവിനോട് ചോദിച്ചു. അപ്പൊ ഗുരുവിന്റെ പത്നി പറഞ്ഞു, മരിച്ചുപോയ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ. അപ്പൊ ഈശ്വരനായിരുന്നു, ശക്തനായിരുന്നു. അതുകൊണ്ട് യമലോകത്ത് ചെന്ന് ആ ഗുരുവിന്റെ പുത്രനെ തിരിച്ചു കൊണ്ടു കൊടുത്തു. അർജുനനോട് ദ്രോണൻ ആവശ്യപ്പെട്ടത് ദ്രുപദനെ ബന്ധിച്ചു കൊണ്ടുവരാനായിട്ടാണ്. അത് പ്രകാരം ആ ദ്രുപദനെ ബന്ധിച്ചു കൊണ്ടുവന്നു കൊടുത്തു അർജുനൻ. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ശക്തിക്കനുസരിച്ച് ഗുരുവിന് അപ്പൊ തന്നെ എന്താ പറയുക, ദക്ഷിണ സമർപ്പിക്കാം, അല്ലെങ്കിൽ പിന്നീട് സമർപ്പിക്കാം. അതാണ് ഈശ്വരഃ യതി. സമർത്ഥനാണെങ്കിൽ ഗുരോഹോ കാമം വരം ദത്വ, ഗുരുവിന് ആഗ്രഹിക്കുന്ന വരത്തെ, അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ നൽകിയിട്ട് അനുജ്ഞാതഃ, ആ ഗുരുവിൽ നിന്ന് അനുജ്ഞ നേടിയവനായിട്ട് എന്ന് വെച്ചാൽ സമാവർത്തനം ചെയ്ത് ഗുരുവിന്റെ അനുജ്ഞയോടുകൂടെ എക്സാം പാസ്സായി അല്ലെ, വേണ്ടതൊക്കെ പഠിച്ചു കഴിഞ്ഞു എന്ന് ഉറപ്പാക്കി കഴിഞ്ഞാല് അനുജ്ഞാതഃ ഗൃഹം വാ വനം വാ പ്രവിശേത്, മടങ്ങിപ്പോകാം. സമാവർത്തനം കഴിച്ച് വിവാഹത്തിന് തയ്യാറായിക്കൊണ്ട്, ഗൃഹസ്ഥാശ്രമ ജീവിതത്തിന് തയ്യാറായിക്കൊണ്ട് ഉപകുർവാണനായി തിരിച്ചു പോകാം, അല്ലെങ്കിൽ നൈഷ്ഠിക ബ്രഹ്മചാരിയായി വനത്തിലേക്ക് പ്രവേശിക്കാം. വനം വാ പ്രവിശേത്, വനത്തിലേക്കോ പ്രവേശിക്കാം. നിവൃത്തി ആണ് തന്റെ താല്പര്യം എങ്കിൽ വനത്തിലേക്ക് പ്രവേശിക്കാം. പ്രവൃത്തി ധർമ്മമാണ് തന്റെ ധർമ്മം എന്ന് തിരിച്ചറിയുന്നവർ ഗൃഹത്തിലേക്ക് മടങ്ങാം. അങ്ങനെ ഗൃഹം വാ വനം വാ പ്രവിശേത് പ്രവ്രജേത് വാ. ഇനി നേരിട്ട് യോഗ്യതയുണ്ടെങ്കിൽ സന്യസിക്കുകയും ആവാം, പരിവ്രാജകനായി സന്യസിക്കുകയോ. തത്ര വസേത് വാ, തത്ര ഗുരുകുലത്തിൽ തന്നെ വസിക്കുകയോ ആവാം. ഗുരുകുലത്തിൽ വസിക്കുന്നത് ഗുരുവിനെ തുടർന്ന് സഹായിക്കാൻ വേണ്ടി, ഗുരുവിന്റെ അസിസ്റ്റന്റായിട്ട് ഗുരുവിനെ ശുശ്രൂഷിച്ചുകൊണ്ടും, ഗുരുകുലത്തില് എന്താ പറയുക ഉപാധ്യായനായിക്കൊണ്ട്, മുഖ്യാധ്യായൻ ഇപ്പോ സീനിയർ ഗുരു, അദ്ദേഹത്തിന്റെ കീഴില് മറ്റ് കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കാൻ, ശിഷ്യന്മാർക്ക് ബാലപാഠങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ, വേദം എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്, അപ്പൊ അതൊക്കെ തുടക്കക്കാർക്ക് ചാൻഡിങ് ഒക്കെ പഠിപ്പിക്കാനായിക്കൊണ്ട്, വ്യാകരണം പഠിപ്പിക്കാനായിക്കൊണ്ട് ഒക്കെ ഈ ഡ്യൂട്ടി ഏറ്റെടുത്തുകൊണ്ട് ബ്രഹ്മചാരിമാർക്ക് അവിടെ തന്നെ തുടരാം. ഗുരു ശുശ്രൂഷയോടുകൂടെ അവിടെ തന്നെ തുടരാം. അപ്പൊ ഇതാണ് വിധിച്ചിട്ടുള്ളത്. ഒന്നുകിൽ ഗൃഹത്തിലേക്ക് പ്രവേശിക്കുന്നത് വിവാഹം കഴിച്ച് ഗൃഹസ്ഥാശ്രമ ജീവിതം നയിക്കാൻ, അല്ലെങ്കിൽ വാനപ്രസ്ഥനായിട്ട് പക്വതയാർജിക്കുന്നത് വരെ വാനപ്രസ്ഥനായിട്ട് അലഞ്ഞു തിരിയുക, ഭിക്ഷാടനമൊക്കെ ചെയ്തുകൊണ്ട് സത്സംഗം ചെയ്തുകൊണ്ട് കഴിയുക. അല്ല, യോഗ്യത വന്നു കഴിഞ്ഞാൽ സന്യസിക്കാം, അതല്ലെങ്കിൽ ഗുരുകുലത്തിൽ വസിക്കാം. നമ്മുടെ ഭീഷ്മ പിതാമഹൻ ഇതിൽ ഏതാ ചെയ്തത് അതാണ് ചിന്തിക്കേണ്ടത്. ഭീഷ്മ പിതാമഹൻ ഈ 4 അല്ല ചെയ്തത്. ഗൃഹത്തിലേക്ക് പ്രവേശിച്ചു, ഗൃഹത്തിൽ തന്നെ വസിച്ചു, എന്നിട്ട് വിവാഹം കഴിച്ചോ? ഇല്ല. അവിടെ ഗൃഹത്തിലേക്ക് പ്രവേശിക്കുന്നവര് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഗൃഹത്തിൽ പ്രവേശിക്കുന്നത്. വിവാഹം കഴിക്കാതെ നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ട് ഗൃഹത്തിൽ ഇരുന്നുകൂടാ. നൈഷ്ഠിക ബ്രഹ്മചാരിമാര് ഗൃഹത്തിലിരുന്നാൽ ആ ഗൃഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. തന്റെ താഴെയുള്ളവർക്കൊക്കെ വിവാഹം കഴിക്കാൻ തടസ്സങ്ങൾ ഉണ്ടാകും. ഒരുപാട് ബുദ്ധിമുട്ടുകൾ സൈക്കോളജിക്കലായിട്ട് അവിടെയുള്ളവരെയൊക്കെ ബാധിക്കും. വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്തവർ വീട്ടിൽ നിൽക്കരുത്, മാറി നിൽക്കണം. അപ്പോ ഇതാണ് ബ്രഹ്മചര്യ ധർമ്മം. അവരവരുടെ മനോധർമ്മം അനുസരിച്ച് ഈ വൃത്തികളെ സ്വീകരിക്കാം. അഗ്നൗ ഗുരൗ ആത്മനി ച സർവഭൂതേഷു അദോക്ഷജം ഭൂതൈ സ്വദാമഭി പശ്യേത് അപ്രവിഷ്ടം പ്രവിഷ്ടവത്. അഗ്നൗ ഗുരൗ ആത്മനി ച സർവഭൂതേഷു അദോക്ഷജം ഭൂതൈ സ്വദാമഭി പശ്യേത് അപ്രവിഷ്ടം പ്രവിഷ്ടവത്. അപ്പോ സ്വദാമഭിഹി ഭൂതൈഹി അഗ്നൗ ഗുരൗ ആത്മനി സർവഭൂതേഷു അപ്രവിഷ്ടം അദോക്ഷജം പ്രവിഷ്ടവത് പശ്യേത്. സ്വദാമഭിഹി, സ്വദാമഭിഹി എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെ ധാമമായിരിക്കുന്ന, ഭഗവാന്റെ വാസസ്ഥാനമായിരിക്കുന്ന, ഭഗവാൻ എല്ലാറ്റിലും വ്യാപിച്ചിരിക്കണോ, എല്ലായിടത്തും നിറഞ്ഞിരിക്കണം, അങ്ങനെയുള്ള താനാകുന്ന ആശ്രയത്തോടുകൂടിയ ഭൂതൈഹി പഞ്ചഭൂതങ്ങളോടുകൂടെ അഗ്നൗ ഗുരൗ ആത്മനി
അഗ്നിയിലും, താൻ കർമ്മങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള അഗ്നിഹോത്രാദികൾ ചെയ്യുന്ന അഗ്നിയിലും, താൻ പൂജിക്കുന്ന ഗുരുവിലും, ആത്മനി തന്നിലും, സർവഭൂതേഷു സകല ചരാചരങ്ങളിലും അപ്രവിഷ്ടം അധോക്ഷജം, യഥാർത്ഥത്തിൽ പ്രവേശിച്ചിട്ടില്ല, എന്നാൽ പ്രവിഷ്ടവത്, പ്രവേശിച്ചിരിക്കുന്നത് പോലെ, പ്രവേശിച്ചിട്ടുണ്ട് എന്നാൽ ഇതിനെ ആശ്രയിച്ചല്ല ഭഗവാൻ ഇരിക്കുന്നതെന്നർത്ഥം. സ്വർണം ആഭരണങ്ങളിലൊക്കെ പ്രവേശിച്ചതുപോലെ എന്നാൽ പ്രവേശിച്ചിട്ടില്ല. ജലം തരംഗങ്ങളിലൊക്കെ പ്രവേശിച്ചതുപോലെ എന്നാൽ പ്രവേശിച്ചിട്ടില്ല എന്ന് നമ്മൾ പല പ്രാവശ്യ ഉദാഹരണങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ സ്വതന്ത്രമാണ് എന്നർത്ഥം. പ്രവേശിച്ചതുപോലെ തോന്നുന്നു, യഥാർത്ഥത്തിൽ അതിൽ നിന്ന് സ്വതന്ത്രമാണ്, അതീതമാണ്. അങ്ങനെയുള്ള പ്രവേശിച്ചതുപോലെ ഇരിക്കുന്ന ഈശ്വരനെ അധോക്ഷജനെ, അധോക്ഷജനെ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ കഴിയാത്തവനെ, അവ്യക്തനായിരിക്കുന്ന ഈശ്വരനെ എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്നവനായി പശ്യേത്. എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുമ്പോഴും സ്വതന്ത്രനാണ്. അങ്ങനെയുള്ള ഈശ്വരനെ സർവഭൂതങ്ങളിലും കാണണം. അപ്പൊ താൻ ഹോമിക്കുന്ന അഗ്നിയിലും, തന്നിലും, താൻ പൂജിക്കുന്ന ഗുരുവിലും, സകല ചരാചരങ്ങളിലും ഈശ്വര ദർശനം അയാൾ അഭ്യസിക്കണം എന്ന് താല്പര്യം. ഏവം വിദോ ബ്രഹ്മചാരി വാനപ്രസ്ഥോ യതിർഗൃഹി ചരൻ വിദിത വിജ്ഞാന പരം ബ്രഹ്മാധിഗച്ഛതി. ഏവം വിദോ ബ്രഹ്മചാരി വാനപ്രസ്ഥോ യതിർഗൃഹി ചരൻ വിദിത വിജ്ഞാന പരം ബ്രഹ്മാധിഗച്ഛതി. ഏവം വിദ ചരന്, ഇങ്ങനെയൊക്കെ ശാസ്ത്രങ്ങൾ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ചരിക്കുന്നവനായിട്ട്, ഉപജീവനം ചെയ്യുന്നവനായി, വ്യാപരിക്കുന്നവനായി, വിദിത വിജ്ഞാന, അറിയേണ്ടത് അറിഞ്ഞവനായി. എന്താണോ ജീവിതത്തെക്കുറിച്ച് അറിയേണ്ടത്, തന്റെ ജീവിത ലക്ഷ്യം എന്താണ്, അതിനുള്ള മാർഗം എന്താണ് എന്നെല്ലാം വേണ്ടതുപോലെ അറിഞ്ഞ് ശാസ്ത്രസാരം ഉൾക്കൊണ്ടവനായിട്ട് പരം ബ്രഹ്മ അധിഗച്ഛതി, ആ പരം ബ്രഹ്മത്തെ, ഈശ്വര സ്വരൂപത്തെ, ബ്രഹ്മസ്വരൂപത്തെ അവൻ അധിഗച്ഛതി, പ്രാപിക്കും, ബ്രഹ്മമായി തന്നെ ഭവിക്കും. അപ്പോ ആ ബ്രഹ്മത്തെ അറിഞ്ഞ് ബ്രഹ്മപ്രാപ്തിക്കുള്ളതായിട്ടുള്ള തടസ്സങ്ങളൊക്കെ നീക്കുന്ന രീതിയിൽ ജീവിക്കണം. താനും ബ്രഹ്മവും ഒന്നാണ് എന്നുള്ള ബോധം അത് ഉറയ്ക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണമോ അത് ചെയ്യുക, അതിന് തടസ്സമായിരിക്കുന്നതിനെയൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടി ഉള്ള ജീവിതം നയിക്കുക. ഇങ്ങനെ ബ്രഹ്മചാരി ആശ്രമ നിഷ്ഠകളെക്കുറിച്ച് 16 ശ്ലോകങ്ങളെ കൊണ്ട് ചുരുക്കി പറഞ്ഞിരിക്കുന്നു. ഇനി വാനപ്രസ്ഥന്റെ ധർമ്മത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമുക്ക് നാളെ ഇല്ല, മറ്റന്നാൾ കാണാം. ജനുവരി 1 നോക്കാം. നാളെ പറ്റിയ വൈകുന്നേരം ഞാൻ അനൗൺസ് ചെയ്യാം. എപ്പോഴാണ് തിരിച്ചു വരണത് എന്നറിയില്ല, നോക്കിയിട്ട് അനൗൺസ് ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇപ്പൊ ഇവിടെ സമർപ്പിക്കുന്നു. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി.